അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബിയദിക ലത്തഖീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. റബീഉൽ അവ്വൽ മാസത്തിലെ നമ്മുടെ മദൂഹുകളും മൗലിദ് പാരായണവും അതോടനുബന്ധിച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ ഏറെ സന്തോഷം നൽകുന്നതും നാളെ പരലോകത്ത് ഒരുപാട് പ്രതിഫലാർഹവുമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. കാരണം ലോക മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അത്. ഓരോ കാലഘട്ടങ്ങളിലും ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഉദാഹരണം, ഒരു 50 കൊല്ലം മുമ്പുള്ള ഒരു ഭക്ഷണത്തിലെ വിഭവങ്ങളായിരിക്കില്ല ഇപ്പോൾ നമ്മുടെയൊക്കെ ഉന്മേഷങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ വിഭവങ്ങളിലും അതിൻ്റെ പ്രവർത്തന രീതികളിലും ചിലപ്പോഴൊക്കെ മാറ്റങ്ങൾ നാടുകളെ സംബന്ധിച്ചിടത്തോളം, രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങൾക്ക് ഉള്ള കാലപ്പഴക്കങ്ങളെ നോക്കുമ്പോഴും വന്നേക്കാം. കാരണം ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ കാരണവന്മാർ കഴിച്ചതിൻ്റെ ആ ഒരു ഭക്ഷണ വിഭവത്തിനേക്കാളും വലിയ പുരോഗതി നമ്മുടെ ഈ ഭക്ഷണത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രമാവട്ടെ അതിലുണ്ടല്ലോ അങ്ങനെ. നമ്മൾ താമസിക്കുന്ന വീടുകളാവട്ടെ അവിടെയുണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ ഹലാലാകുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ അടിസ്ഥാനം അത് ഹലാലാണ്, അല്ലെങ്കിൽ അടിസ്ഥാനം അനുവദനീയമാണ്. എന്താണ് അടിസ്ഥാനം? ഹറാമില്ലാതിരിക്കുക. ഹറാമായ മാംസം പറ്റൂല. ഇപ്പം പന്നി മാംസം നമുക്ക് ഹറാമാണ്. അതുപോലെ നജസ്സുകൾ ഹറാമാണ്. പലിശ വാങ്ങൽ ഹറാമാണ്. മറ്റുള്ളവൻ്റെ മുതൽ വെട്ടിപ്പിടിക്കൽ ഹറാമാണ്. അത് ഏത് കാലങ്ങൾ മാറ്റം വന്നാലും, നാടുകൾ മാറ്റം വന്നാലും, അത് ഏത് രൂപത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് നിർവഹിച്ചിട്ടുള്ള ആ മദ്ഹ് കീർത്തനം, നബിതങ്ങൾ അവർ സ്നേഹിച്ചത്, നബിതങ്ങൾ അവർ ഇഷ്ടപ്പെട്ടത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ പോലും അവതരിച്ചിട്ടുണ്ട്. നമ്മൾ ഗൗരവമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ സ്വഹാബത്തിന് ഉണ്ടായ കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തു നിസാഇൻ്റെ 69-ാമത്തെ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഈ ഒരു രീതി, ഈ ഒരു മറുപടി നമുക്കൊക്കെ കിട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു. വളരെ ചുരുക്കി പറയാം, സൗബാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ആകെ നിറം മാറ്റണ്ടായിട്ടുണ്ട്. വഖദ് തഗയ്യറ ലൗനു വനഹല ജിസ്മു.
യുറഫു ഫി വജ്ഹിഹിൽ ഹുസ്നു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു ഒരു മാറ്റം, അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഫഖാല ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ കണ്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, യാ സൗബാൻ മാ ഗയ്യറ ലൗനക്, നിന്റെ നിറത്തിന് എന്താണ് വ്യത്യാസം വരാൻ കാരണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ ബി ദുർറുൻ വലാ വജ്ഉൻ ഗൈറ അന്നി ഇദാ ലം അറക ഇഷ്തഖത്തു ഇലൈക. അള്ളാഹിൻ്റെ റസൂൽ, എനിക്ക് വേദനയുമില്ല, പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടും ഒരു ദുഃഖമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് ഒരു പ്രയാസം ഉണ്ട്. എന്താണത്? അങ്ങേ ഞാൻ നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നു. വസ്തൗഹസ്തു വഹ്ശതൻ ശദീദ അത്താൽഖഖ. നബിയെ, അങ്ങേ കാണുന്നത് വരെ എനിക്കൊരു വല്ലാത്തൊരു പ്രയാസം അങ്ങനെ തോന്നണം. ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എനിക്കൊരു പ്രയാസം, അങ്ങില്ലാതെ ഇരിക്കുമ്പോൾ എനിക്കൊരു പ്രയാസം. അങ്ങനെ അപ്പോഴാണ് സുമദക്കർത്തുൽ ആഖിറ, ഞാൻ പരലോക ജീവിതം ഓർത്തത്. അഖാഫു അല്ല അറാക ഹുനാക, അങ്ങേ അവിടെ കാണാതിരിക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രയാസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഞാനത് ചിന്തിച്ചു. ലഅന്നി അറഫ്തു അന്നക തുർഫഉ മഅൻ നബിയ്യീൻ, അങ്ങ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അങ്ങ് വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ വഅന്നി ഇൻ ദഖൽതുൽ ജന്നത കുന്തു ഫീ മൻസിലത്തിൻ ഹി അദ്നാ മിൻ മൻസിലതിക, ഞാൻ സ്വർഗത്തിലെത്തുകയാണെങ്കിൽ തന്നെ അങ്ങയുടെ സ്ഥാനത്തിൻ്റെയും താഴെയാണല്ലോ ഞാനുണ്ടാവുക. അതിങ്ങനെ ഞാൻ ഓർത്തു. വൈലം അദ്ഖുൽ, ഞാൻ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിലോ, ലം അറാക്കാബദ, അള്ളാഹിൻ്റെ റസൂലേ, അങ്ങേ എനിക്ക് കാണാൻ കഴിയുകയില്ലല്ലോ. ഇതോർത്തപ്പോഴാണ് നബിയേ എനിക്ക് വിഷമമുണ്ടായത്, എനിക്ക് പ്രയാസമുണ്ടായത് എന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാണ്. ഇത് റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോൾ എന്താണിതിൻ്റെ ആകത്തുക? റസൂലുള്ളാഹിനെ കാണാതെ ഒരു നിമിഷം പോലും ഒറ്റപ്പെട്ടു പോകുന്നത് സൗബാൻ റളിയല്ലാഹുവിന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും നബിതങ്ങളെ കാണണം. പരലോകത്ത് ചെന്നാൽ നബിതങ്ങളെ കാണാതിരിക്കുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിൻ്റെ നിറത്തിൽ മാറ്റമുണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിലൊക്കെ അദ്ദേഹത്തിനുണ്ടായൊരു മാറ്റമാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചറിഞ്ഞത്. അപ്പോഴാണ് സൗബാൻ റളിയല്ലാഹു അൻഹു ഉള്ളു തുറന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്. എന്താ ഖുർആൻ ഇറങ്ങിയത്? വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. വമൻ യുതിഇല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും ആരനുസരിച്ചോ, ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം ആണ്. വഹസുന ഉലൈക റഫീഖാ. ഇത് സൂറത്തു നിസാഇൻ്റെ 69-ാമത്തെ ആയത്താണ്. എന്താണ് ഈ ആയത്ത് നൽകുന്ന സന്ദേശം? എന്താണ്? റസൂലുള്ളാഹിനെ നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മളും അത് വിചാരിച്ചിട്ടല്ലേ മൗലിദ് പാരായണം നടത്തുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്, ബെയ്ത്ത് ചൊല്ലുന്നത്, മൗലിദ് പരിപാടി ഉണ്ടാക്കുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് അതിൻ്റെ പേരൊരു ഭക്ഷണ പരിപാടി നമ്മൾ ഒരുക്കുന്നത്, സ്വതക്ക കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടം വെച്ചത് കൊണ്ടാണ്, നബി തങ്ങളെ ഇഷ്ടം വെച്ചത് കൊണ്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട്, അതിന് കൂലിയുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഈ ആയത്തുകളൊക്കെ കണ്ടിട്ടുള്ള മഹാന്മാരായ ആളുകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
എന്നാൽ ഇതൊന്നും പാടരുത്, പറയരുത്, ഇതൊക്കെ തെറ്റാണ്. റസൂലുള്ളാഹിൻ്റെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്നൊക്കെ മാത്രം പറഞ്ഞ് ഇങ്ങനെയുള്ള മൗലിദ് ആഘോഷത്തെയും നബിദിന പരിപാടികളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് 100 കൊല്ലം 100 കൊല്ലത്തിൻ്റെ മുമ്പ് ഇങ്ങനൊരു ചർച്ചയെ ലോകത്തില്ല. എന്നാൽ ഇതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചിന്തിക്കുകയും അവരവരുടേതായ രീതിയിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എന്നോണം അതിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഒരു പക്ഷേ നമ്മളെ ശേഷം വരുന്ന ആൾ ഇതിനേക്കാളും വലിയ പരിപാടിയാണ് സംഘടിപ്പിക്കുക. കാരണം അവർക്ക് അതിനേക്കാളും വിശാലതമായ ഒരു രീതിയിലേക്ക് അവരുടെ സാഹചര്യങ്ങളെത്തും. നമുക്ക് ഇന്നെത്തിയ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ചെയ്യുന്നു. നമ്മൾ മുൻഗാമികൾ ചെയ്തതിൻ്റെക്കാളും കൂടുതലായിരിക്കും നമ്മുടെ വിഭവങ്ങളിലും മറ്റ് രൂപത്തിലുമൊക്കെ നമുക്ക്. എന്നാൽ അടിസ്ഥാനം ഒന്ന് തന്നെയാണ്, മദ്ഹ് തന്നെയാണ്. മദ്ഹ് പാടലാണ്, സ്വലാത്ത് ചൊല്ലലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീർത്തിക്കലാണ്, നബിതങ്ങളെ മുഅ്ജിസത്തുകൾ പറയലാണ്, നബിതങ്ങളുടെ ജീവിതം പറയലാണ്, നബിതങ്ങളെ ഓരോ കാര്യവും ജീവിതത്തിൻ്റെ ഓരോ താരീഖുകളെയാണ് നമ്മൾ പദ്യമാക്കിയും ഗദ്യമാക്കിയും ഒക്കെ പറയുകയും പാടുകയും ചെയ്യുന്നത്. അതല്ലേ സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. ഖുർആൻ അങ്ങനെ എത്രയോ സംഭവങ്ങൾ പറയുന്നില്ലേ? മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നില്ലേ? സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം ഉൾക്കൊള്ളുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പ്രവർത്തിച്ചത്, നബിതങ്ങളുടെ അനുവാദം, സമ്മതം എല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അത് തന്നെയല്ലേ മൗലിദ്, അത് തന്നെയല്ലേ നമ്മൾ പാടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ നല്ലോണം സ്നേഹിക്കുക. അവിടെ തന്നെയാണ് നമ്മുടെ ഈമാനിൻ്റെ ശക്തി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.